സാരി ബ്ലൗസിൻ്റെ അളവുകളും കട്ടിങ്ങും ഒന്നും അത്രയ്ക്കധികം വശമില്ലാത്തവർക്കും വേഗത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത്. അളവ് ബ്ലൗസോ അല്ലെങ്കിൽ ബോഡി മെഷർമെൻറ്റോ വെച്ചിട്ട് അത്യാവശ്യം വേണ്ട ചില മെഷർമെൻറ്റുകൾ എടുത്തിട്ട് നമുക്ക് ഈ ഒരു പാറ്റേൺ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എനിക്ക് ഈ ഒരു കളർ ഷെയ്ഡിലൊരു ബ്ലൗസ് വേണമായിരുന്നു. അപ്പോൾ അത് അത്യാവശ്യം ഒന്ന് പെട്ടെന്ന് തട്ടിക്കൂട്ടവും വേണമായിരുന്നു. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു സ്കേർട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ടിൽ ഞാൻ ചെറിയൊരു വീനെക്ക് പോലെ കൊടുത്തിട്ടുണ്ട്, ബാക്കിൽ ഒരു ഹൈനെക്ക് പോലെയാണ് കൊടുത്തിരിക്കുന്നത്. വളരെ വേഗത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ജസ്റ്റ് സ്ട്രൈറ്റ് സ്റ്റിച്ചൊക്കെ അറിയാമെന്നുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇപ്പോൾ ഈ ഒരു സ്കേർട്ടാണ് ഞാൻ അതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു സൈഡ് ഞാനിങ്ങനെ ഒന്ന് ഓപ്പൺ ആക്കി എടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ സ്ലീവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു മെറ്റീരിയൽ ഞാനിങ്ങനെ ഒന്ന് 4ആയിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. താഴത്തെ ഭാഗം ഓൾറെഡി ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് ഫോൾഡ് ചെയ്യാനുള്ള മാർജിനൊന്നും വിടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഞാനിങ്ങനെ 4ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ മെഷർമെൻറ്റ് സ്ലീവിൻ്റെ ലെങ്ത് നോക്കുന്നുണ്ട്. ലെങ്ത്തിനോടൊപ്പം ഞാനൊരു 1/2 ഇഞ്ച് എക്സ്ട്രാ ഇടുന്നുണ്ട്. അത് നമ്മുടെ ഷോൾഡർ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. പിന്നെ ഒരു 5 ഇഞ്ചിന് മേലെ ഏത് ടൈപ്പ് സ്ലീവ് വെക്കുവാണെങ്കിലും, പ്രത്യേകിച്ച് കുട്ടികളുടെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, വലിയവർക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ഏത് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആം ഹോളിൻ്റെ ഡെപ്ത് കൊടുക്കുന്നത് 3.5 ഇഞ്ചാണ്. ആ ഒരു 3.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ തീരെ ഈ കർവൊന്നും അറിയാത്തവർക്ക് വേണമെങ്കിൽ നമുക്ക് സ്ലീവ് വെച്ചിട്ട് ട്രേസ് ചെയ്ത് കട്ട് ചെയ്താലും മതി. പിന്നെ ഒരു ഷോർട്ട് കട്ടൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും കൂടി ഞാനിതിൽ വേണമെങ്കിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇവിടെ സ്ലീവിന് വേണ്ടിയിട്ടുള്ള ടോട്ടൽ ലെങ്ത് ആണ് ഈ ഒരു ബോക്സ് ആയിട്ട് വരച്ചിരിക്കുന്നത്. അവിടെ നമ്മൾ ടോട്ടൽ ലെങ്ത് ഫോൾഡിങ്ങിൻ്റെ ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മറുഭാഗത്ത് 3.5 ഇഞ്ച് താഴെയായിട്ട് ആംപിറ്റിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഡെപ്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ടേപ്പ് അതേപോലെ തന്നെ ആ ഒരു ബോക്സിൻ്റെ കോർണറിൽ വെച്ചതിന് ശേഷം നമ്മുടെ ബ്ലൗസിൻ്റെ സ്ലീവ് ലെങ്ത്തിൻ്റെ ഏകദേശം 4 മുതൽ 5 വരെ ലെങ്ത് വരുന്ന ഭാഗത്തേക്ക് ടേപ്പ് ഇങ്ങനെ ഒന്ന് ചരിച്ച് പിടിക്കുക. അപ്പോൾ 3.5 എവിടെയാണോ വരുന്നത് അവിടെ ഒരു മാർക്ക് കൂടെ കൊടുക്കുക. അതിനുശേഷം ആ ഒരു ആം ഹോളിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡെപ്ത് മാർക്ക് ചെയ്ത ലൈനും ഇപ്പം മാർക്ക് ചെയ്ത് കൊടുത്ത 3.5 ഇഞ്ചും കൂടി ജോയിൻ്റ് ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് വളച്ച് വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ കർവ് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടാറുണ്ട്. ഇപ്പോൾ ഈ കോർണറിൽ നിന്ന് മെഷർ ചെയ്യുവാണെങ്കിൽ ആം ഹോളിൻ്റെ ഡെപ്തും 3.5 പിന്നെ ഈ കർവ് പാസ് ചെയ്യുന്ന ലൈനിൻ്റെ അളവും 3.5 വരുന്നത്. ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ആ ഒരു കർവ് ഈസി ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് താഴെ സ്ലീവിൻ്റെ റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം, മാർജിന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതൊന്നും പറ്റുന്നില്ലെങ്കിൽ നമുക്ക് നേരെ ബ്ലൗസിൻ്റെ സ്ലീവ് ഇങ്ങനെ ഒന്ന് കറക്റ്റായിട്ട് പിടിച്ചിട്ട് നമുക്ക് ട്രേസ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ബ്ലൗസ് ഞാൻ ഇച്ചിരി ധൃതിയിൽ കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഞാൻ ലൈൻസ് ഒന്നും വരയ്ക്കാണ്ട് ജസ്റ്റ് മെഷർമെൻറ്റ് മാത്രം നോട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഡീറ്റെയിൽ ആയിട്ടുള്ളതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കാണിച്ചത്. ഇനി നമുക്ക് ബാക്ക് പീസാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ സ്കേർട്ടിൻ്റെ ബെൽറ്റൊക്കെ ഞാനൊന്ന് റിമൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് മെറ്റീരിയൽ 2ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലൗസിൻ്റെ ലെങ്ത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മുടെ ഈ ഷോൾഡറിൻ്റെ ലൈൻ മുതൽ താഴെ വേസ്റ്റ് ലൈൻ വരെയുള്ളതാണ് മെഷർമെൻ്റ് ആയിട്ട് എടുക്കുന്നത്. സാധാരണയായി അതിനോടൊപ്പം 1 ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്യാറുള്ളത്. എന്നിട്ട് നമുക്ക് വേസ്റ്റ് ബാൻഡിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അഡീഷണൽ ബാൻഡാണ് ആഡ് ചെയ്ത് കൊടുക്കാറുള്ളത്. പക്ഷേ ഇവിടെ ഞാൻ അതും കൂടി ചേർത്തിട്ട് 2 ഇഞ്ചാണ് എക്സ്ട്രാ വെക്കുന്നത്. അപ്പോൾ ഇതേ മെറ്റീരിയൽ തന്നെ വെറുതെ ഫോൾഡ് ചെയ്ത് അടിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ഹൈനെക്കിന് ഷോൾഡർ മെഷർമെൻറ്റ് എടുക്കേണ്ടത് നമ്മുടെ ഈ ഷോൾഡർ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ പോയിന്റിൽ നിന്ന് അടുത്ത ഷോൾഡർ വരേക്കാണ്. സാധാരണ അളവിൽ നിന്ന് നമ്മൾ അതിന് അളവെടുക്കുകയാണെങ്കിൽ അത് തെറ്റായിരിക്കും. അപ്പോൾ ഇവിടെ എനിക്ക് വേണ്ടത് 13 ഇഞ്ചാണ്. പ്ലസ് ഒരു 1 ഇഞ്ച് മാർജിനോട് ചേർത്തിട്ട് 14, അതിൻ്റെ ഹാഫ് 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആം ഹോള് അതേ അളവിൽ തന്നെയാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 7 ഇഞ്ച് താഴേക്ക് നമ്മൾ ആം ഹോള് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചെസ്റ്റ് മെഷർമെൻറ്റ്, ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് ഡിവൈഡഡ് ബൈ 4 എടുത്തിട്ട് അതിനോടൊപ്പം മാർജിനും കൂടി ആഡ് ചെയ്ത് അത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വേസ്റ്റ് ലൈനും അതുപോലെ തന്നെ വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് ഡിവൈഡഡ് ബൈ 4 പ്ലസ് മാർജിൻ 1 or 2 ഇഞ്ചാണ് നമ്മൾ സാധാരണ കൊടുക്കാറുള്ളത്. അത് കൊടുത്ത് വേസ്റ്റും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആം ഹോൾ മാർക്ക് ചെയ്തിരിക്കുന്ന കോർണറിൽ നിന്ന് 1.5 ഇഞ്ച് മുകളിലേക്ക് ആക്കിയിട്ട് ആം ഹോളിൻ്റെ കർവ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ ഒരു 32 ചെസ്റ്റ് സൈസൊക്കെ വരുന്നവർക്ക് 1 ഇഞ്ച് തന്നെ ധാരാളമാണ്. പക്ഷേ നമ്മൾ ഹൈനെക്ക്, കോളറിനൊക്കെ ഇതൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു കർവ് വരയ്ക്കുന്ന സമയത്ത് 1.5 ഇഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ടാണ് കർവ് മാർക്ക് ചെയ്യുന്നത്. നോർമലി നമ്മൾ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് മെഷർമെൻറ്റ് എടുക്കുന്നതും നമ്മൾ ഈ ആം ഹോൾ കട്ട് ചെയ്യുന്നതും ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട്.
ബാക്ക് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മെയിനായിട്ട് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് പ്രശ്നം വരുന്നത് നമ്മുടെ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യുന്ന സമയത്താണ്. ഇവിടെ നമ്മൾ കുറച്ച് എളുപ്പത്തിലുള്ള രീതിയാണ് നോക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് കട്ട് ചെയ്യുന്നതും പിന്നെ ഈ ഒരു മെറ്റീരിയലിൽ നമ്മുടെ ഇങ്ങനെ വരകളൊന്നും കാണാൻ പറ്റാത്തതുമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ഇതൊരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് കാണണ്ട, ജസ്റ്റ് എളുപ്പത്തിൽ എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നതാണ് നമ്മൾ നോക്കുന്നത്. ഈ ഒരു പോർഷൻ മുതൽ നമ്മൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു രീതിയിലല്ല കട്ട് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് അത്യാവശ്യം ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു ഫിറ്റിംഗ് കിട്ടുന്ന വിധത്തിലാണ് കട്ട് ചെയ്യുന്നത്. സാധാരണ ബാക്ക് പീസ് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമുക്ക് എക്സ്ട്രാ പോർഷൻ വേണ്ടി വരുന്നത് ഫ്രണ്ടിൽ വരുന്ന മെയിൻ ടക്കിന് എത്ര വിടുത്തുണ്ടോ അതിൻ്റെ ഇരട്ടിയാണ് നമ്മൾ എക്സ്ട്രാ ഇടാറുള്ളത്. അതായത് 1.5 ഇഞ്ചിൻ്റെ ടക്കാണ് നമ്മൾ ഇടുന്നതെങ്കിൽ ഒരു 3 ഇഞ്ച് വേസ്റ്റിൻ്റെ ഭാഗത്ത് എക്സ്ട്രാ വിടുത്ത് വേണം. ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഒരു 32 ഇഞ്ച് ബ്ലൗസാണ്. അപ്പോൾ നമുക്ക് റെഡി ആയിട്ട് വരുമ്പോൾ 36 ഇഞ്ചാണ് ആ ഒരു അപ്പർ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് വരാറുള്ളത്. അവിടെ നമുക്ക് ടക്കായിട്ട് കൊടുക്കേണ്ടത് 1.25 ഇഞ്ച് മതിയാവും. സേഫർ സൈഡ് ഞാൻ 1.5 കണക്കാക്കിയിട്ട് 3 ഇഞ്ച് എക്സ്ട്രാ വിടുത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലെങ്തിലും ഇപ്പോൾ ഞാൻ ബാക്കിലേക്ക് എടുത്തിരിക്കുന്നതിനേക്കാളും 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അതൊരു 1.5 ഇഞ്ചായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പം മെറ്റീരിയൽ ഉണ്ട്, പിന്നെ ഒരു സേഫർ സൈഡ് ആയതുകൊണ്ട് 2 ഇഞ്ച് എക്സ്ട്രാ നീളവും എടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി ബാക്കിനേക്കാൾ 2 ഇഞ്ച് ലെങ്തും കൂടുതൽ എടുത്തിട്ടുണ്ട്, 3 ഇഞ്ച് വിഡ്ത്തും കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇവിടെ ഷോൾഡറിൻ്റെ ഭാഗം മുതൽ ആം ഹോളിൻ്റെ കർവ് വരെയും സെയിം മെഷർമെൻറ്റിൽ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ചെസ്റ്റിൻ്റെ ഭാഗത്ത് എത്തുമ്പം 1 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. വേസ്റ്റിൻ്റെ ഭാഗത്തേക്ക് എത്തുമ്പം അതൊരു 3 ഇഞ്ച് എക്സ്ട്രാ ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ആം ഹോളിൻ്റെ ഇവിടുന്ന് താഴേക്ക് കൊടുക്കാറുള്ള ടക്കിൻ്റെ ആ ഒരു പോർഷൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബസ്റ്റിൻ്റെ ഡിസ്റ്റൻസ് അതൊരു 32 മുതൽ 35 ഇഞ്ച് വരെയൊക്കെ നമ്മളൊരു 7.5 അത്രയും മാക്സിമം കൊടുക്കാറുള്ളൂ. അപ്പോൾ നമ്മുടെ ഹൂക്കിനും ലൂപ്പിനും ഉള്ള മാർജിനൊക്കെ വിട്ടിട്ട് ഒരു 8 ഇഞ്ച് കണക്കാക്കി ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ട് തന്നെ ഉള്ളൂ. അതിൻ്റെ പുറത്തേക്ക് ഈ ഒരു പ്രിൻസസ് കട്ട് പോലെ വരുന്ന ഷേപ്പ് അത്ര തന്നെ ഉദ്ദേശിക്കുന്നുള്ളൂ. ഞാൻ വെറുതെ ഒന്ന് നോട്ട് ചെയ്തിട്ടുള്ളൂ, അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും. പിന്നെ നെക്കിൻ്റെ ലെങ്ത് എടുത്തിരിക്കുന്നത് 8 ഇഞ്ചാണ്. വീനെക്കാണ്, ബാക്ക് ഹൈനെക്കും ആയതുകൊണ്ട് അത് വലിപ്പം കൂടില്ല. പിന്നെ ഹൂക്കിനും ലൂപ്പിനും ഫോൾഡ് ചെയ്യാൻ വേണ്ടി ഒരു 1/2 ഇഞ്ച് സ്ട്രൈറ്റ് വെട്ടിയിട്ട് മേളിലേക്ക് വി ഷേപ്പിലാണ് വെട്ടിക്കൊടുത്തിരിക്കുന്നത്. മേളിലേക്ക് എത്തുമ്പോൾ ഒരു 3 ഇഞ്ച് കണക്കാക്കിയിട്ടാണ് വിഡ്ത്ത് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇപ്പം ഫ്രണ്ട് പോർഷനെ നമ്മളിപ്പോൾ 2ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന 1/2 ഇഞ്ച് നമുക്ക് ഹുക്കും ലൂപ്പും ഒക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ട് ബാൻഡ് അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്ക് അത് ഫോൾഡായി പോവും. അതിന് വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ നമ്മൾ ചെസ്റ്റ് കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ 2 ടക്കുകളാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതെങ്ങനെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആ ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഒരു പീസിനെ 2ആയിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് താഴേക്ക് മെഷർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ബസ് പോയിൻ്റ്, അതായത് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ബസ് പോയിൻ്റ് വരേക്കുള്ള ഡിസ്റ്റൻസ് അത് വരുന്നത് 10.5 ഇഞ്ചാണ്. അത് കറക്റ്റായിട്ട് അങ്ങനെ 10.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് എനിക്ക് ടോട്ടലി ആ ഒരു ബസ്റ്റ് അവസാനിക്കുന്ന ഭാഗം വരെ വേണ്ട ലെങ്ത് 14 ഇഞ്ചാണ്. 14 ഇഞ്ച് വരുന്നവരേക്കും ഞാൻ ഇങ്ങനെ ഒന്ന് ചരിച്ച് ഒരു 1 ഇഞ്ച് ഡിസ്റ്റൻസിൽ ഒരു ടക്ക് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സ്ട്രൈറ്റ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ആ പോർഷൻ നമ്മൾ വേസ്റ്റ് ബാൻഡിന് പകരം യൂസ് ചെയ്യുന്നതാണ്. അവിടെ നമുക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ടക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആം ഹോളിൻ്റെ ഭാഗത്ത് ആം ഹോളിൻ്റെ അവിടെ ഒരു ഷേപ്പായിട്ട് പിടിച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഒരു 1/4 ഇഞ്ചിൻ്റെ ടക്കും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആകെ 2 ടക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ബസ്റ്റിൻ്റെ ഡിസ്റ്റൻസ് ഒരു 7.5 വരുന്ന വിധത്തിലാണ് എടുത്തിരിക്കുന്നത്. ഹൂക്ക് ലൂപ്പൊക്കെ ഫിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും അത് കറക്റ്റ് ഒരു 7 വരുന്ന വിധത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ 2 പീസും കൂടി ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ആം ഹോളിന് ഫ്രണ്ട് ആം ഹോളിന് നമ്മൾ എക്സ്ട്രാ ഷേപ്പ് കൊടുക്കണം, അത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ടിലെ നെക്കിൻ്റെ ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 2 പീസ് കട്ട് ചെയ്തെടുക്കാം. ഒരു 1.5 മുതൽ 2 ഇഞ്ച് വരെ വിടത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ ആദ്യത്തെ പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നേരെ മറച്ചു വെച്ചിട്ടാണ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 2 പീസും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ 2 പീസും ബ്ലൗസിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നെക്ക് പീസുകൾ ഇതിനോടൊപ്പം ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പീസിനെ ഇങ്ങനെ ഉള്ളിലോട്ട് മടക്കിയിട്ട് ഒരു സപ്പോർട്ട് സ്റ്റിച്ച് കൂടി ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ ചെയ്തു കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിനെ ഉള്ളിലേക്ക് മടക്കിയിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഒന്നുകിൽ ഹെമ്മിങ് ചെയ്യാം, അല്ലെങ്കിൽ മെഷീൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ എനിക്ക് കുറച്ച് വേഗത്തിൽ ചെയ്ത് തീർക്കാനുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ ഇപ്പം മെഷീൻ സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഹെമ്മിങ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ഫിനിഷിങ് ഉണ്ടായിരിക്കുക. ഇനി നമുക്ക് ഷോൾഡേഴ്സ് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇവിടെ ബാക്ക് നെക്കിൽ വേണമെങ്കിൽ നമുക്കൊരു 1/2 ഇഞ്ച് ഡെപ്ത് അല്ലെങ്കിൽ 1 ഇഞ്ച് ഡെപ്ത് കൊടുക്കാം. ഞാൻ സ്ട്രൈറ്റ് ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ബാക്കിൽ ഞാൻ എക്സ്ട്രാ ഷേപ്പ് ഒന്നും കൊടുത്തിട്ടില്ല.
ഇവിടെ ഹൂക്കിനുള്ള അഡീഷണൽ ബാൻഡ് അറ്റാച്ച് ചെയ്ത് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ലൂപ്പിനുള്ള പീസും അഡീഷണൽ ആയിട്ട് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ താഴേക്ക് നമ്മൾ എക്സ്ട്രാ ഇട്ടിട്ടുണ്ടായിരുന്ന പോർഷൻ ഇങ്ങനെ മടക്കി അടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഞാനൊരു ഹാഫ് ആൻ അവർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്തെടുത്ത ബ്ലൗസാണ്. അപ്പോൾ ഞാൻ എക്സ്ട്രാ വർക്കൊന്നും ചെയ്യുന്നില്ല. ഈ ഒരു ഷോൾഡർ ഭാഗം കംപ്ലീറ്റ് ആയിട്ടും ഇങ്ങനെ ഒന്ന് ഇൻ്റർലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ നെക്കിൻ്റെ ഭാഗം അകത്തേക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ പീസ് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാം. പിന്നെ ഹൈനെക്ക് ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിഞ്ഞു പോകുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ കവേർഡായിരിക്കുന്നതുകൊണ്ട് വെറുതെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്താലും മതി. ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. എനിക്ക് ആവശ്യമുള്ള ഷോൾഡർ 13 ഇഞ്ചസ് ആണ്. പ്ലസ് ഒരു ഹാഫ് ആൻ ഇഞ്ച് അഡീഷണൽ മാർജിനും കൂടി വെച്ചിട്ട് എക്സ്ട്രാ വരുന്ന പോർഷനൊക്കെ ഞാനിങ്ങനെ ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനോടൊപ്പം നമുക്കിനി സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവ്സിന് നമ്മൾ ഫ്രണ്ട് പോർഷനിൽ എക്സ്ട്രാ ഡെപ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഫ്രണ്ട് പോർഷനിൽ ഞാൻ കുറച്ച് എക്സ്ട്രാ ഡെപ്ത് കൂടി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്തെടുക്കാം. ഇവിടെ സ്ലീവ്സ് ഒക്കെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പോർഷനുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ബാക്ക് പീസിൽ എത്രയാണോ എക്സ്ട്രാ വരുന്നത് അത് നമ്മളിങ്ങനെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സൈഡും കൂടി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൗസ് റെഡിയാണ്. പിന്നെ ഈ സാരി പ്ലെയിൻ ഫാബ്രിക് മേടിച്ചിട്ട് നമ്മൾ ഈ ബോർഡറൊക്കെ ആഡ് ചെയ്ത് കൊടുത്തതായിരുന്നു. പിന്നെ അതിലേക്ക് നമ്മുടെ ഈ ഒരു ടാസൽസും ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പല്ലു പോർഷനിലേക്ക്. അപ്പോൾ കറക്റ്റ് മാച്ചിങ് ആയിട്ട് തന്നെ നമ്മൾ ചടപടയെന്ന് ഈ ഒരു ബ്ലൗസ് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഒരു ഫൈനൽ ലുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.